പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ മലയാള സിനിമയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചില ചിത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ഒരു വടക്കൻ വീരഗാഥ, പിന്നെ അതുപോലെ നീലത്താമര, ഇതാ ഇവിടെ വരെ തുടങ്ങിയിട്ടുള്ള ഒരു പിടി ചിത്രങ്ങളാണ് നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ മലയാള സിനിമയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ, 1950 വരെയുള്ള ആദ്യത്തെ ഘട്ടം, പിന്നീട് 1950 മുതൽ 60 വരെയുള്ള ഘട്ടം, 60-ന് ശേഷം 70-75 വരെയുള്ള ഘട്ടം, 75 മുതൽ 80-85 90 വരെയുള്ള ഘട്ടം, 90-കൾക്ക് ശേഷമുള്ള 2000-2010 വരെയുള്ള ഘട്ടം, 2010-ന് ശേഷം ഇന്ന് വരെയുള്ള ഘട്ടം, ഇങ്ങനെ തിരിച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്തി വയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതുപോലെ തന്നെ ആ ഓരോ കാലഘട്ടത്തിലെയും പ്രമുഖരായിട്ടുള്ള സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ പിന്നണി പ്രവർത്തകർ, ഗായകർ തുടങ്ങിയവരെ കുറിച്ചും ആ സിനിമയുടെ വിജയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് എടുത്തു പറയത്തക്ക പ്രത്യേകതകളുള്ള സിനിമകളുണ്ടെങ്കിൽ അക്കാര്യവും ഒക്കെ മനസ്സിലാക്കി വയ്ക്കുന്നതും അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി എഴുതി സൂക്ഷിക്കുന്നതും ഉചിതമായിരിക്കും. നമ്മളിന്നിപ്പോൾ നീലത്താമരയുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ 1979 നീലത്താമര എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് അതറിയത്തില്ല. അതുകൊണ്ട് ഈ നീലത്താമര പഠിക്കുമ്പോൾ നമ്മൾ ആ ആദ്യകാലത്ത് ഇറങ്ങിയ നീലത്താമര എന്ന സിനിമയും കാണുകയും അതിൻ്റെ തിരക്കഥ പഠിക്കുകയും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നിട്ട് അതിനെ ഇപ്പോഴത്തെ നീലത്താമരയുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര 1979 വന്ന നീലത്താമരയുടെ റീമേക്കാണ്. അത് പുറത്തു വന്നത് 2009. 2009 പുറത്തിറങ്ങിയ ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ നീലത്താമര ഏതൊക്കെ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നറിയണമെങ്കിൽ പഴയത് കൂടെ നമുക്ക് കാണാം. അത് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രണയത്തിൻ്റെ പരിണാമത്തെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ്. പറയാതെ പല കാര്യങ്ങളും തിരക്കഥാകൃത്ത്, സംവിധായകൻ ആ ചലച്ചിത്ര കാവ്യത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിലൂടെ ഇവിടെ നടി അർച്ചന കവി ആണ് അതിലെ കുഞ്ഞുമാളു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് അവതരണം. അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പുരോഗമിക്കുന്നത്. അപ്പോൾ ഇതിവൃത്തവും മറ്റു കാര്യങ്ങളുമൊക്കെ തിരക്കഥ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു കഥാപാത്രമാണ്, ഒരു ക്യാരക്ടറാണ് കുഞ്ഞുമാളു. അപ്പോൾ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഹരിദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു യുവാവ് വരുന്നു. അങ്ങനെ അയാളുമായിട്ട് പ്രണയത്തിലാകുന്നു. സാമൂഹിക മാനദണ്ഡങ്ങളും സാമ്പത്തിക വ്യത്യാസങ്ങളും അവരുടെ പ്രണയബന്ധത്തിന് ഒരു തടസ്സമാകുന്നു. അങ്ങനെ നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതൊക്കെ അവർ ചിത്രീകരിക്കുന്നുണ്ട്. അവരുടെ ഹൃദയബന്ധത്തിൻ്റെ ആഴവും വ്യക്തമാക്കാൻ ആ ഒരു ചലച്ചിത്രകാവ്യത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളുടെ തീക്ഷ്ണതയും അതിൻ്റെ ശരിയായ അളവിൽ തന്നെ അത് ആവിഷ്കരിക്കുന്നുണ്ട്. കുഞ്ഞുമാളു ഒടുവിൽ തൻ്റെ കുടുംബം തിരഞ്ഞെടുത്ത മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുവാനായിട്ട് നിർബന്ധിതമാകുന്നു. അപ്പോൾ അതോടുകൂടി ആ നായകൻ്റെ പ്രതീക്ഷയും
ഹൃദയവും ഒക്കെ അഭിലാഷങ്ങളും ഒക്കെ തകരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിണാമം കൂടെ ഇവിടെ ഉണ്ടാകുന്നു. പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ ആയിട്ട് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുഞ്ഞുമാളുവിൻ്റെ മകൾ വരുന്നുണ്ട് അതിൽ, മീര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മീര ഒരു അന്വേഷണ കുതുകിയാണ്, മിടുക്കത്തിയാണ്. അവൾക്ക് തൻ്റെ അമ്മയുടെ ഭൂതകാലം കണ്ടെത്തണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുകയും കുഞ്ഞുമാളുവിനെ ഹരിദാസിനെ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രംഗവും കൂടെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ പ്രണയം, ത്യാഗം, സാമൂഹിക മാനദണ്ഡങ്ങൾ, മുൻകാലങ്ങളിലെടുത്ത തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ എന്നീ വിവിധ പ്രമേയങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് സിനിമ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകൻ്റെ മുൻപാകെ. യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് ചിത്രങ്ങളുടെ അവതരണത്തിന് പേരുകേട്ട സംവിധായകനായ ലാൽ ജോസിൻ്റെ കൈയടക്കവും ദൈവഴക്കവും എല്ലാം ഈ സിനിമയിൽ പ്രകടമാണ്. ഈ സിനിമയ്ക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പുതുമുഖങ്ങളായി വന്ന അർച്ചന കവിയും കൈലാഷും ഒക്കെ പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിക്കുന്നത് നല്ല വിജയകരമായിട്ട് തന്നെ ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ട്. സമ്പ്രദാ സുനിൽ, ജഗതി ശ്രീകുമാർ തുടങ്ങിയിട്ടുള്ള പരിചയസമ്പന്നരായ അഭിനേതാക്കളും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സംഗീതം, വിദ്യാസാഗറിൻ്റെ സംഗീതം, അത് ഒരുപാട് പേരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ആഖ്യാനത്തിന് വൈകാരികമായ ആഴം ചേർത്ത ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണത്. യഥാർത്ഥത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ഗാനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല, ധാരാളം ഗാനങ്ങളുണ്ട്. നമ്മുടെ ആദ്യ ചിത്രമായ ബാലനിൽ തന്നെ 23ഓളം ഗാനങ്ങളാണ്. അത്രത്തോളം ഗാനങ്ങളുടെ ഒരു ചലച്ചിത്രം പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെയ്യാം. അതുപോലെ തന്നെ വിജയ് ഉലകനാഥ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ. മനോഹരമായ ദൃശ്യങ്ങളാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ വൈകാരിക മുഹൂർത്തങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി തന്നെ ഛായാഗ്രാഹകൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൈകാരികമായ പ്രകടനങ്ങൾ, സംഗീതാത്മകത, വൈകാരികമായ ആഴം, ഇവയ്ക്കെല്ലാം നല്ല മിഴിവ് നൽകുന്ന ഒരു ചിത്രമാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രണയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തീവ്രമായ ചിത്രീകരണത്തിന് ഫലപ്രദമായ രീതിയിൽ പിന്നെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ചിത്രമാണ് ഈ നീലത്താമര എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ നീലത്താമരയുടെ സവിശേഷമായ ഒരു പ്രാധാന്യം അതിലെ വളരെ വളരെ ഊഷ്മളമായ ഭാഷാരീതിയാണ്. ഓരോ സന്ദർഭത്തിലെയും വൈകാരികതയ്ക്കനുസരിച്ച്, ഇപ്പോൾ സന്തോഷമാണെങ്കിൽ സന്തോഷം, സങ്കടമാണെങ്കിൽ സങ്കടം, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു നിസ്സംഗഭാവമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഭാഷാരീതി അതിൽ കടന്നു വരുന്നു എന്നുള്ളത് ആ തിരക്കഥയുടെ കൈയടക്കത്തിനും മെയ്യടക്കത്തിനും കൂടി ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിലെ സംഭാഷണ ഭാഗങ്ങളെടുത്ത് ഉദാഹരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.